അമേരിക്കയും ഇസ്രായേലും കൈകോർക്കുമ്പോൾ വീണ്ടും മിഡിൽ ഈസ്റ്റിൽ ആശങ്ക ഉയർത്തുന്ന പ്രതിരോധ നീക്കവുമായി ഇസ്രായേൽ രംഗത്ത്. അമേരിക്കയിൽ നിന്നുള്ള അത്യാധുനിക ബോയിങ് KC-46 വിമാനം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ലഭിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ. ദീർഘദൂര ആക്രമണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിർണായക സൈനിക നീക്കമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ പ്രതിരോധ കമ്പനിയായ ബോയിങ് നിർമ്മിച്ച KC-46 എന്ന വിമാനമാണ് ആകാശത്ത് വെച്ച് തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന അത്യാധുനിക മൾട്ടി റോൾ ടാങ്കർ എയർക്രാഫ്റ്റ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂര മിഷനുകൾ പൂർത്തിയാക്കാൻ അത് നിർണായകമായി തന്നെ സഹായിക്കും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വാങ്ങാൻ തീരുമാനിച്ച 6 KC-46 എന്ന വിമാനങ്ങളിൽ ആദ്യത്തേതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഫൈറ്റർ ജെറ്റുകൾക്ക് മിഡ് എയർ റീഫില്ലിംഗ് അത് നടത്തുന്നതിനോടൊപ്പം തന്നെ സൈനിക ചരക്ക് നീക്കത്തിനും ഈ വിമാനങ്ങൾ ഉപയോഗിക്കാനാകും. ഇതിനു മുൻപേ തന്നെ ഇസ്രായേൽ വ്യോമസേന ഉപയോഗിച്ചിരുന്ന പഴക്കം ചെന്ന ബോയിങ് 707 റീഫില്ലിംഗ് വിമാനങ്ങളായിരുന്നു. അടുത്തിടെ തന്നെ ഇറാനെതിരായ ദീർഘദൂര ആക്രമണ ദിശകളിലെല്ലാം തന്നെ ദൗത്യത്തിലെല്ലാം തന്നെ ഈ വിമാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ പുതിയ KC-48 എത്തിയതോടുകൂടി തന്നെ ഇസ്രായേലിന്റെ ആക്രമണ ശേഷി കൂടുതൽ അത്യാധുനികവും കാര്യക്ഷമവുമായി തന്നെ മാറിയിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയുള്ള ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സാധാരണ ഫൈറ്റർ ജെറ്റുകൾക്ക് ഒറ്റ ടാങ്ക് ഇന്ധനത്തിൽ പറന്നെത്താൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് മിഡ് എയർ റീഫില്ലിംഗ് വിമാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ദൗത്യത്തിനിടയിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു എന്ന വിമാനങ്ങൾക്ക് ദൂരപരിധി വർദ്ധിപ്പിക്കുവാനും മിഡിൽ ഈസ്റ്റിൽ ഇതിനോടകം തന്നെ കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ തന്നെ ഇസ്രായേലിന്റെ ഈ പുതിയ സൈനിക കരുത്ത് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ കൂടുതൽ ഉയർത്തുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ വീണ്ടും ചർച്ചയാകുമ്പോൾ അമേരിക്കയുടെ ഈ സൈനിക സഹായം പശ്ചിമേഷ്യൻ രാഷ്ട്രീയങ്ങളിൽ പുതിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ചോദ്യങ്ങളും ശക്തമായി തന്നെ ഉയരുകയാണ്. ആ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ 707 എന്ന വിമാനം ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും പ്രധാനമായും അമേരിക്കൻ വ്യോമസേനയുടെ KC-135 അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ആശ്രയിക്കുകയും ചെയ്തു. പുതിയ KC-46 വിമാനങ്ങൾക്ക് ഏകദേശം 2 ലക്ഷത്തിലധികം പൗണ്ട് വരെ ഇന്ധനം വഹിക്കാൻ കഴിയുമെന്ന ശേഷി അതിനുണ്ട്. പഴയ മോഡലിനെ അപേക്ഷിച്ച് ഇതിന് 15% ഇന്ധനശേഷി കൂടുതലാണ് എന്ന് മാത്രമല്ല കൂടുതൽ കാര്യക്ഷമതയുള്ളതുമാണ്. ഇത് വിമാനങ്ങളുടെ പക്കൽ സമയം വർദ്ധിപ്പിക്കുകയും ദീർഘദൂര ദൗത്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും. അതേപോലെ ആകാശത്ത് നടന്ന പ്രത്യാക്രമണങ്ങളുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ വ്യോമസേന വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഇറാന്റെ ഭാഗമായി തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ, സൈനിക ആസ്തികൾ, കമാൻഡർമാരുടെ താവളങ്ങൾ എന്നിവയുൾപ്പെടെ തന്നെ 4000-ലധികം ലക്ഷ്യസ്ഥാനത്തേക്ക് 10800-ലധികം പ്രത്യേക ആക്രമണങ്ങൾ ഇസ്രായേൽ വ്യോമസേന നടത്തി. ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് 8500-ഓളം അതായത് 8500-ഓളം വരുന്ന സോട്ടിക്കൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഈ ദൗത്യങ്ങളെല്ലാം തന്നെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം വലിയ പങ്ക് വഹിച്ചുവെന്നും ഇതേ കാലയളവിൽ അമേരിക്കൻ സൈന്യം മാത്രം ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ 10,000 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ബോയിങ് 767 ജെറ്റ് എയർലൈനുകളിൽ നിന്ന് ബോയിങ് വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക റീഫില്ലിംഗ് അതായത് ഒരു തന്ത്രപ്രധാന സൈനിക ട്രാൻസ്പോർട്ട് വിമാനമാണ് KC-46 എന്ന് പറയുന്നത്. പഴയ ബോയിങ് KC-135 വിമാനങ്ങൾക്ക് പകരമായി തന്നെ US വ്യോമസേനയാണ് ഇത് ആദ്യമായി തിരഞ്ഞെടുത്തത്. നിലവിൽ US വ്യോമസേനയുടെ പക്കൽ 105 KC-46A വിമാനങ്ങളുണ്ട്. അമേരിക്കയും ജപ്പാനും പുറമെ തന്നെ ഈ അത്യാധുനിക വിമാനം സ്വന്തമാക്കുന്ന രാജ്യവുമായി ഇതോടെ ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.